കേരളത്തിൽ മലപ്പുറത്തടക്കം 70-ലധികം പ്രോപ്പർട്ടികൾ എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം നിയമക്കുരുക്കിൽപ്പെടുന്നു എന്നാണ് അറിയുന്നത്. ഈ ആക്ട് ഉണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് എന്ന് വിശദീകരിക്കണം. അതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൂടി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1947-ലും 63-68-ലും യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ചൈനയുമായിട്ടും ഈ കാലഘട്ടത്തിലും യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധ സമയത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ കറാച്ചിക്ക് പോവുകയാണെന്ന് വയ്ക്കുക. കേരളത്തിലെ മലപ്പുറത്ത് നിന്ന് ഒരാൾ കറാച്ചിക്ക് പോവുകയാണ്. അയാൾ കൽക്കത്തയിൽ പോകുന്ന പോലെയോ ബോംബെക്ക് പോകുന്ന പോലെ സാധാരണമായൊരു സംഭവമാണ്. ഇങ്ങനെ കറാച്ചി എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അവിടെ ചായക്കട നടത്തുക, അല്ലെങ്കിൽ വെറ്റിലയ്ക്ക് വലിയ മാർക്കറ്റുള്ള സ്ഥലമായിരുന്നു കറാച്ചി. മലപ്പുറമാണെങ്കിൽ വെറ്റില കൃഷി ചെയ്യുന്ന വലിയൊരു സ്ഥലമാണ്. അങ്ങനെ കച്ചവടത്തിന് പോയ കുറേ അധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയത് പോലും ചിലപ്പോൾ അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. സ്വാതന്ത്ര്യം കിട്ടിയതോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വേർപിരിഞ്ഞൊന്നും ഇവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞ് വരുമ്പോൾ തിരിച്ചു വരാൻ നോക്കുമ്പോൾ ചിലപ്പോൾ വിസ പ്രശ്നങ്ങൾ മൂലമോ മറ്റ് സാങ്കേതിക കാരണങ്ങളാലോ വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് പേരുടെ കഥയുണ്ട്. പി.ടി. കുഞ്ഞുമുഹമ്മദിൻ്റെ പരദേശി അങ്ങനെ ഒരു കഥയാണ്. അങ്ങനെ ഒരാളുടെ കഥയാണ് ആ സിനിമ. അപ്പോൾ ഈ യുദ്ധകാലത്താണ്, അതായത് ഈ നിയമം വരുന്ന 1963-ലാണെന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റാണെങ്കിൽ തിരുത്തണം. അപ്പോൾ ഈ യുദ്ധകാലത്താണ് ഈ നിയമം വരുന്നത്. യുദ്ധകാലത്ത് ഈ നിയമം കൊണ്ടുവരുന്നത് എന്തിനാണ്? അവിടെയുള്ളവർ ഇനി തിരിച്ചു വരരുത്, തിരിച്ചു വന്ന് ഇത് ക്ലെയിം ചെയ്യരുതെന്ന അർത്ഥത്തിലാണ്. കാരണം നിങ്ങളവിടെ സിറ്റിസൺഷിപ്പായി എന്ന് മാത്രമല്ല, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാറിങ് കൺട്രി ആയിട്ട് ഒരു രാജ്യവുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നുള്ള ഒരാൾ ഇനി സ്വത്ത് കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവില്ലോ എന്നായിരിക്കും സർക്കാർ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക. അതോടെ അത് കഴിഞ്ഞു. അത് കുറേ അധികം മനുഷ്യജീവിതങ്ങളുടെ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. കുറേ ആളുകൾക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യർ കേരളത്തിൽ പോലും ഉണ്ട്. പാകിസ്ഥാനിൽ തിരിച്ചു വരാൻ കഴിയാതായി പോയ കുറേ അധികം ആളുടെ പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രശ്നം, അതായത് സൈഫ് അലി ഖാൻ്റേത് ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ പ്രശ്നം വരുന്നത് 2014 മോദി സർക്കാർ വരുമ്പോഴാണ്. അതുവരെ ഈ ആക്ട് പല തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്. 2016 ഈ ആക്ട് ഭേദഗതി വരുത്തുകയാണ്. ആ ഭേദഗതി എന്താണ്? ഇപ്പോൾ ഒരാൾ പാകിസ്ഥാനിലോ ചൈനയിലോ പോയി, ചൈന എന്നൊക്കെ പേരിനാണ്, ഈ 12,600 കേസുകളിൽ 100 കേസ് മാത്രമേ ചൈനീസ് സിറ്റിസൺസിൻ്റെ ഉള്ളൂ. ബാക്കി മുഴുവൻ പാകിസ്ഥാനിൽ പോയ ആളുടെയാണ്. അപ്പോൾ പാകിസ്ഥാനിൽ പോയ ആളുകളുടെ സ്വത്താണല്ലോ തർക്ക വിഷയം. ആ സ്വത്ത് കേന്ദ്ര സർക്കാർ സംരക്ഷിക്കും, അവരുടെ കസ്റ്റഡിയിലേക്ക് പോകും എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ നിയമ ഭേദഗതി ഒരു ഡ്രാക്കോണിയൻ ഭേദഗതിയായിരുന്നു. ആ നിയമ ഭേദഗതി എന്താണ്? അത് അയാൾ ഉപേക്ഷിച്ച് പോയതായിക്കോട്ടെ, ആ സ്വത്ത് പിന്നീട് അയാൾ തന്നെ വിറ്റ് മറ്റ് പലരുടെ കൈമറിഞ്ഞ് വേറെ അതും ആയിക്കൊള്ളട്ടെ. അതായത് എനിമി എന്ന ഒരു ഡെഫിനിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ആരാണ് എനിമി? അതായത് നമ്മുടെ ഒരു വാറിങ് കൺട്രിയിലെ സിറ്റിസണാണ് നമ്മുടെ എനിമി, നമ്മുടെ രാജ്യത്തിൻ്റെ എനിമി. യുദ്ധം ചെയ്യുന്ന രാജ്യത്തിൻ്റെ, നമ്മളിപ്പോൾ പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല. പക്ഷേ എനിമി എന്ന് പറയുമ്പോൾ ആരാണ്? ഒരു വാറിങ് കൺട്രിയിലെ സിറ്റിസണാണ്. പക്ഷേ ഈ പുതിയ ഭേദഗതിയിൽ ഈ എനിമി എന്ന ഡെഫിനേഷന് ഒരു ബ്രോഡ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. ആ എനിമിയുടെ, അതായത് അങ്ങോട്ട് പോയ ആളുടെ പിൻഗാമികൾ പോലും എനിമിയായി മാറുന്നു. ഇത് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റിന് എതിരാണ്. ഇതുവരെയും കോൺസ്റ്റിറ്റ്യൂഷണലി ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല ഈ നിയമ ഭേദഗതി. ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം, ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കിയത് വലിയ രസമാണ്. 2016-ലാണിത് ഈ ബില്ല് പാർലമെൻറ്റിൽ വരുന്നത്. അപ്പോൾ 2014 ഇത് അവതരിപ്പിക്കുമ്പോൾ അന്ന് പ്രതിപക്ഷത്തിന് ഈ ഭരണപക്ഷത്തിൻ്റെ ഫ്ലോർ ടാക്ടിക്സിനെ കുറിച്ചോ ഫ്ലോർ മാനേജ്മെൻറ്റിനെ കുറിച്ച് അത്ര ഗ്രാഹ്യമില്ല. ഒന്നാം നരേന്ദ്രമോദി സർക്കാരാണ്. ഇന്നത്തെ പോലെ അത്ര റൂഡല്ല അന്ന് നരേന്ദ്രമോദി. വരുന്നേ ഉള്ളൂ, 1-2 വർഷം ആവുന്നേ ഉള്ളൂ. UP തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ ഇത് ഫ്ലോറിൽ വരുമ്പോൾ ഭരണപക്ഷം പറഞ്ഞത് ഇത് കാര്യമായി ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ഇത് പാസ്സാക്കുകയുള്ളൂ എന്നൊരു വാക്ക് കൊടുത്തിരുന്നു. ലോക്സഭ ഇത് പാസ്സാക്കി. ലോക്സഭയിൽ തന്നെ ശശി തരൂരും അസദുദ്ദീൻ ഉവൈസിയൊക്കെ ഇത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ് എന്ന് ലോക്സഭയിൽ വാദിച്ചിരുന്നു. രാജ്യസഭയിൽ എത്തിയപ്പോഴാണ്, രാജ്യസഭയിൽ അന്ന് NDAക്ക് ഭൂരിപക്ഷമില്ല. അപ്പോൾ രാജ്യസഭയിൽ പാസ്സാക്കണം, അതിനൊരു തന്ത്രം എടുത്തു. ഇത് പെട്ടെന്ന് എടുത്തിയാടി നമ്മളിത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു മയത്തിൽ നിർത്തിയിട്ട് ഒരു വ്യാഴാഴ്ച ദിവസം നമുക്കിത് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഇത് ടേബിൾ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ലല്ലോ. ഇതിൻ്റെ അപകടം മനസ്സിലാക്കിയ അന്നത്തെ UPA എന്ന് പറയാവുന്ന അന്നത്തെ MP-മാരൊക്കെ എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയി. വെള്ളിയാഴ്ച ഇവരുടെ അറ്റൻഡൻസ് ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ വന്ന് രാജ്യസഭയിൽ ഇത് പാസ്സാക്കി എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് വേണ്ട വിധത്തിൽ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല.
ഒന്നാമത്തെ കാരണം ഇങ്ങനെയൊക്കെ ബില്ലുണ്ടാക്കുമോ എന്ന് ഗ്രാഹ്യം പോലും അന്ന് പ്രതിപക്ഷത്തിനില്ല, രാജ്യത്ത് പൗരന്മാർക്കില്ല. ഇതുണ്ടാക്കുന്ന ഒരു അപകടം എന്ന് വെച്ചാൽ 1,00,000 കോടി രൂപയുടെ പ്രോപ്പർട്ടീസാണ് എനിമി പ്രോപ്പർട്ടിയായി മാറുന്നത്. മറ്റൊന്ന്, ഈ നിയമം വഴി എന്താണ്, ഈ പാകിസ്ഥാനിൽ പോയ ആൾക്കാരുടെ പിന്മുറക്കാരെ പോലും എനിമി എന്ന ഡെഫിനേഷനിലേക്ക് കൊണ്ടുവരികയാണ്. അവർ ഇന്ത്യൻ പൗരന്മാരായിരിക്കെ ഇന്ത്യയുടെ എനിമി എന്ന ഡെഫിനേഷനിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് എത്രമാത്രം അപകടകരമാണ്, ഇത് ആരും ചർച്ച ചെയ്തിട്ട് പോലില്ല. അതിനുശേഷം പിന്നെ ചറ പറന്ന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ വന്നുകൊണ്ട് നമ്മളിത് മറന്നുപോവുകയും ചെയ്തു. ഇപ്പം ഇത് ഓർക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? സെയ്ഫ് അലി ഖാൻ്റെ 15,000 കോടി രൂപയുടെ സ്വത്തുകൾ പോകുന്നു എന്നുള്ളത് മാത്രമാണ്. സെയ്ഫ് അലി ഖാൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും സിനിമാകാരനായതുകൊണ്ടും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കുത്തേറ്റതുകൊണ്ടും മാത്രമാണ് ഇത് ചർച്ചയാവുന്നത്. അതിനപ്പുറം 12,600 പ്രോപ്പർട്ടീസ് കിടക്കുകയാണ്. ആ 12,600 പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരക്കണക്കിന് മനുഷ്യരാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൻ്റെ മറ്റൊരു പ്രശ്നം, ഇത് ആരെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നുള്ളതാണ്. ഈ നിയമ ഭേദഗതി ആരെ ലക്ഷ്യം വയ്ക്കുന്നത്? എല്ലാ വിവാദ നിയമ ഭേദഗതികളെയും പോലെ ഒരു കമ്മ്യൂണിറ്റിയെ ലക്ഷ്യം വെച്ചുള്ള കൊണ്ടുവന്നതാണ്. അത് അവരുടെ ഇന്ത്യയിലെ ജീവിതം. യഥാർത്ഥത്തിൽ ഈ പൗരത്വ നിയമത്തിൻ്റെ ഒരു കർട്ടൻ റൈസറായിരുന്നു ഈ എനിമി ആക്ട് അമെൻമെൻറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് അതിലെ വരികളും അതിൻ്റെ ഭേദഗതി നിർദ്ദേശങ്ങളും എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിപ്പോൾ ചർച്ച ചെയ്യാവുന്ന എന്തുള്ള വെച്ചാൽ ഇത് ചർച്ച ചെയ്യപ്പെടണം, ചർച്ചയാവേണ്ടതാണ്. പക്ഷേ ഇത് എത്ര പേരെ ബാധിക്കുന്നതാണ് എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ കേരളത്തിൽ 77 പ്രോപ്പർട്ടീസാണ് അങ്ങനെ ഉള്ളതെന്നൊക്കെ പറയുന്നു. 77 പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇന്ന് ആ സ്വത്തുക്കളൊക്കെ ആരുടെ കൈവശമാണ്? എത്ര പേരുടെ പേരിലേക്ക് അത് ആരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും? അവരൊക്കെ പോയിട്ട് കരടയ്ക്കാൻ ചെല്ലുമ്പോൾ ഇത് എനിമി പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞാൽ തീർന്നു. എത്ര ജീവിതങ്ങളാണ് പ്രതിസന്ധിയിലായി പോകുന്നത്. അല്ല, ഇത് ഒരു പ്രാവശ്യം കണ്ടുകെട്ടി കഴിഞ്ഞാൽ അത് തിരിച്ച് സ്വന്തമാക്കാനുള്ള നിയമ വഴികളൊന്നുമില്ലേ ശരിക്കും? ഈ പുതിയ ഭേദഗതിയിൽ ഈ എനിമി പ്രോപ്പർട്ടിയിൽ സിവിൽ കോടതികൾക്ക് ഇത് തീർപ്പാക്കാൻ കഴിയില്ല. അത് സർക്കാരാണ് തീർപ്പാക്കുക. അങ്ങനെയാണ് നിയമ ഭേദഗതി. യഥാർത്ഥത്തിൽ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഇതുവരെയും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പം 15,000 കോടി രൂപ സെയ്ഫ് അലി ഖാൻ, 15,000 ചിലർ പറഞ്ഞാൽ 1,500 കോടി എന്ന് പറയുന്നു. അതിൻ്റെ സ്വത്തുകളുണ്ട്, പലതും പാലസുകളാണ്. ആ പാലസുകൾ പലതും ഹോട്ടലുകളാക്കി മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത്രയും സ്വത്തൊക്കെ ആവശ്യമുണ്ടെന്നൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഇതിലുണ്ട്. അവിടെ കിടന്ന മനുഷ്യരുടെയൊക്കെ ജീവിതത്തെ തുലാസിലാക്കുന്ന, അവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ് ഈ അമെൻമെൻറ്റ്. ഈ 2016 ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ എത്ര വർഷമായി? 8-9 വർഷമാവുന്നു. ഇതുവരെ ആർക്കും അതിനെക്കുറിച്ചൊരു ആശങ്കയുമില്ല. ഈ ആശങ്ക വരുന്നത് സെയ്ഫ് അലി ഖാൻ്റെ സ്വത്ത് പോകുമ്പോൾ മാത്രമാണ് എന്നുള്ളിടത്താണ് നമ്മുടെ പ്രതിപക്ഷം പോലും ഇതേക്കുറിച്ച് എത്രമാത്രം അവെയറാണ്. ആ വിഷയം ഇനി ഇത് കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതാണെന്നെങ്കിലും ആർക്കെങ്കിലും തോന്നണ്ടേ? ഈ നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതാണ് എന്നെങ്കിലും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ അമെൻമെന്റ് കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതാണ്. അങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടി എനിമി ആക്ടിൽ വരുന്നതാണെന്ന് അറിയണ്ടേ? ഇനി ഈ ബില്ല് ഇത് ബില്ലായിട്ട് കൊണ്ടുവരുന്ന രസമുണ്ട്. ഈ ബില്ല് വരുന്നതിന് മുമ്പ് ഒരു ഓർഡിനൻസ് വഴിയാണ് ഇത് ആദ്യം കൊണ്ടുവരുന്നത്, ഈ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റീപ്രൊമൽഗേറ്റ് ചെയ്യപ്പെട്ട ഓർഡിനൻസ് ആയിരുന്നു അത്. പ്രണബ് മുഖർജി ആയിരുന്നു രാഷ്ട്രപതി. ഏറ്റവും കൂടുതൽ പ്രാവശ്യം റീപ്രൊമൽഗേറ്റ് ചെയ്യപ്പെട്ട. അപ്പോൾ എത്ര കെയർലെസ് ആയിട്ടാണ് നമ്മുടെ ലെജിസ്ലേച്ചർ, നമ്മുടെ സിവിൽ സൊസൈറ്റി, ഞാൻ പലപ്പോഴും ഔട്ട് ഓഫ് ഫോഴ്സിൽ പറയാനുള്ളതാണ്, ഏത് ജനാധിപത്യത്തിൻ്റെയും കരുത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ സിവിൽ സൊസൈറ്റിയാണ്. കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ 10-15 വർഷമായി നമ്മുടെ രാജ്യത്ത് ഇല്ലാതായി പോയ ഒരു ജനാധിപത്യത്തിൻ്റെ അനിവാര്യ ഘടകമായ സിവിൽ സൊസൈറ്റി ജാഗരൂകരായിരിക്കുമ്പോഴാണ് നിയമനിർമ്മാണം, നിയമ ഭേദഗതി, ജുഡീഷ്യറി ഇതെല്ലാം വിജിലൻ്റായിട്ടിരിക്കുക. ഇത് ആളുകൾക്ക് മിണ്ടാൻ ഭയം, ചൂണ്ടിക്കാട്ടാൻ ഭയം, സംസാരിക്കാൻ ഭയം, സംസാരിക്കുന്നവരെ തിരിച്ച് ഭയപ്പെടുന്ന ഒരു ഭരണകൂടം. ഇങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യമുള്ളൊരു സിസ്റ്റത്തെ നമുക്ക് എത്രമാത്രം ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമാണ് ചോദ്യം.